ഹായ് ഓൾ. കേരള സ്റ്റേറ്റ് SSLCയിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠം മുഴുവനായിട്ട് വായിച്ചു പോവുകയല്ല, പകരം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുന്ന ഒരു റിവിഷൻ മോഡിലാണ് പോകുന്നത്. പാഠത്തിൻ്റെ പേര് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്നാണ്. ആദ്യം നോക്കി വയ്ക്കേണ്ട ഒരു കാര്യം, റോജർ ബേക്കൻ്റെ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഫിലോസഫർ ഹു ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ 13th century എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വേണം, അത് റോജർ ബേക്കണെയാണ്. അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, ശാസ്ത്രീയ തത്വചിന്തകനായിരുന്നു അദ്ദേഹം. അതായത് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെയൊക്കെ അവലോകനം ചെയ്തിട്ട് സ്വന്തം അഭിപ്രായമൊക്കെ പറയുന്നൊരു വ്യക്തി. ഇംഗ്ലണ്ടിൽ 13ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഇമ്പോർട്ടൻസ് ഓഫ് റേഷണലിസം, നോളജ് ആൻഡ് ലവ്, അറിവിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പം നമ്മുടെ അടുത്ത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു റാഷണലിസം എന്ന് പറയുന്ന യുക്തിചിന്തയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകൂടെ ആയിരുന്നു റോജർ ബേക്കൺ. ഓർത്ത് വയ്ക്കുക, യുക്തിചിന്ത പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ റേഷണലിസം പ്രൊമോട്ട് ചെയ്തിരുന്ന ഫിലോസഫർ ഇംഗ്ലണ്ടിൽ 13ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെയാണിത്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഒരു ഗ്രീക്കോ റോമൻ കൾച്ചറിൻ്റെ മടങ്ങി വരവ് യൂറോപ്പിൽ സംഭവിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു പേജിൽ വരുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. യൂറോപ്പിൽ ഈ ഒരു സമയത്ത് 14ാം നൂറ്റാണ്ടിൽ സാമൂഹികപരമായിട്ടും ഇനി എക്കണോമിക്കൽ സാമ്പത്തികപരമായിട്ടും ഈവൻ രാഷ്ട്രീയപരമായിട്ട് പോലും കുറേ മാറ്റങ്ങൾ 14ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വർഷം കാണാം, 4ാം നൂറ്റാണ്ടിലും 7ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഗ്രീക്കിലെയും റോമൻ സംസ്കാരങ്ങളെല്ലാം ഈ ഒരു 13ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലും ഇവർ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. പണ്ടുണ്ടായിരുന്ന സംസ്കാരങ്ങളെ ഈ ഒരു 14ാം നൂറ്റാണ്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഈ പോയിന്റ്സ് നമുക്ക് വേണ്ട സാധനങ്ങളാണ്, ഒന്ന് നോക്കണം. ആദ്യത്തെ പോയിന്റാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. മനുഷ്യരെ അല്ലെങ്കിൽ മാനവികത എന്ന് പറയും, മനുഷ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും, ദൈവങ്ങളുടെയോ രാജാക്കന്മാരുടെയോ ഒന്നുമല്ല, സാധാരണ മനുഷ്യരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ജീവിതത്തിനെ നോക്കിക്കാണാൻ തുടങ്ങി. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. അർബൻ റൂറൽ എന്ന് പറയുമ്പോൾ അറിയില്ല, അർബൻ എന്ന് പറയുമ്പോൾ സിറ്റിയിലുള്ള ആൾക്കാരുടെ ജീവിത സാഹചര്യം കൂടാൻ തുടങ്ങി. അതായത് സിറ്റിയിലേക്ക് പോയ ആൾക്കാർ കൂടുതലും ജീവിക്കാൻ തുടങ്ങി. വില്ലേജൊക്കെ വിട്ടിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലും കാണുന്നൊരു പരിപാടിയാണ് വില്ലേജുകളിൽ നിന്ന് മാറി സിറ്റിയിലേക്ക് ജീവിക്കാൻ പോകുന്നത്. ദെൻ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടം വളരെയധികം കൂടുതൽ ഉണ്ടാവാൻ തുടങ്ങി. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ പോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ എമർജ് ചെയ്ത് വരാൻ തുടങ്ങി. ദെൻ ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരുപാടധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. റാഷണലിസം അഥവാ യുക്തിചിന്ത, സ്വന്തം ലോജിക് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി. ദെൻ സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉയർന്നു വരാൻ തുടങ്ങി. ഒരു മതത്തിലുള്ളവർ മാത്രമാണ് വലുത്, ആ ചിന്തകളൊക്കെ മാറിയിട്ട് മതേതരത്വം വരാൻ തുടങ്ങി. ദെൻ മോണിറ്ററി എക്കണോമി, ഒരു കാശിൽ അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമ്പദ്ഘടന വരാൻ തുടങ്ങി. അതിന് മുന്നേ നമ്മൾ ഈ ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടില്ല, ഒരു വസ്തു വാങ്ങിയിട്ട് വേറൊരു വസ്തു കൊടുക്കുന്നത്. അതിന് പകരം കാശ് എന്നൊരു രീതി തന്നെ കൊണ്ടുവരാൻ, പണമിടപാടുകൾ വരാൻ തുടങ്ങി. ദെൻ ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്, ഓരോ ചെറിയ സ്ഥലത്തെയും ഭാഷകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഒറ്റ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് ഗ്രീക്ക് ഭാഷ, ഫ്രഞ്ച് ഭാഷ, അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ചേഞ്ചസ് ഇൻ ദ റെലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, അതുവരെ ഉണ്ടായിരുന്ന കലാമൂല്യം അല്ലെങ്കിൽ കലാരൂപങ്ങൾക്കും സയൻസിനും നല്ല രീതിയിൽ മാറ്റം വരാൻ തുടങ്ങി. സോ ഇത്രയും കാര്യങ്ങളാണ് 14ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ഉണ്ടായ കുറച്ച് മാറ്റങ്ങൾ. സോ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനിയാണ് റിനേസൻസ് അഥവാ നവോത്ഥാനം. നമുക്കിത് ഓർമ്മയിലുണ്ടാവണം. റിനേസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിഡീവൽ ഫ്യൂഡലിസം ടു ദ മോഡേൺ ഏജ്. അപ്പോൾ റിനേസൻസ് നവോത്ഥാന സമയത്ത് എന്താ നടക്കുന്നത്? ഈ ഒരു മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ, ഫ്യൂഡലിസം അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥ, അതായത് പ്രഭുക്കന്മാർ അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി മാത്രമേ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എല്ലാം അവരുടെ കയ്യിൽ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. സാമ്പത്തിക ആവട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആവട്ടെ, ഭരണം, ഇതെല്ലാം അവരുടെ കയ്യിലായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി മോഡേൺ ഏജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സമയത്തിലോട്ട് വരുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ്, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, കുറേ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് റിനേസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇനി റിനേസൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ചിലപ്പോൾ ചോദിക്കാം. റീബർത്ത് എന്നാണ്, അല്ലെങ്കിൽ പുനർജന്മം എന്നാണ് ഈ വേർഡിൻ്റെ മീനിങ്. ഇറ്റ് ഡിനോട്ട്സ് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീക്കോ റോമൻ കൾച്ചർ. അപ്പോൾ പണ്ട് 7ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ കൾച്ചറുകളെ തിരികെ കൊണ്ടുവന്ന് 14ാം നൂറ്റാണ്ടിൽ അവയെ തിരികെ കൊണ്ടുവരികയാണ്. അപ്പോൾ പുനർജനിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന കൾച്ചർ പുനർജനിക്കുന്നതിനെയാണ് റിനേസൻസ് എന്ന് പറഞ്ഞത്. ഇനി റിനേസൻസ്
അല്ലെങ്കിൽ റിനേസ എവിടെയാണ് ആദ്യം തുടങ്ങിയത്? ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ തുടങ്ങാൻ 2 കാര്യങ്ങളുണ്ട്. ആ 2 റീസണും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെയാണ് ആ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. സോ ഇനി വൈ ഇറ്റലി എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് 2 പോയിന്റ് ഉണ്ട്. ദേ വെയർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനമിക്. ആ രണ്ടാമത്തെ 2 പോയിന്റ്സിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റലി അല്ലെങ്കിൽ ഇറ്റലിയിലുണ്ടായിരുന്ന ആ ബാക്കിയുള്ള സിറ്റികളെല്ലാം തന്നെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കെൽപ്പുള്ളവരായിരുന്നു, ധനികരായിരുന്നു, നല്ല രീതിയിൽ കാശുള്ള ആൾക്കാരായിരുന്നു ഇറ്റലിയിൽ താമസിക്കുന്നത്. ആൻഡ് ഡൈനമിക്, ഒരുപാട് എനർജറ്റിക് ആയിട്ട് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടെയായിരുന്നു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഇവിടെ കുറേ സിറ്റീസ് ഉണ്ട്. മിലൻ, പാർമ, ബൊലോഗ്ന, വെനീസ്, റോം, നേപ്പിൾസ്, പിസ. ഈ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നവരുടെ ഒരു പ്രത്യേകത, അവർക്ക് ബാങ്കിങ് അഥവാ ബാങ്ക് കറക്റ്റ് പ്രോപ്പർ ബാങ്ക് ആയിട്ടില്ല, പക്ഷേ കാശ് എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു, അതിന് പലിശ കണക്കാക്കി എങ്ങനെ തിരികെ വാങ്ങാം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ട്രേഡേഴ്സിന് അറിയാമായിരുന്നു. ആൻഡ് ഇൻഷുറൻസ്, ഒരു വസ്തു നമ്മൾ ഇൻഷുറൻസ്, ഇപ്പോൾ ബൈക്ക് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കും പോലെ 14ാം നൂറ്റാണ്ടിൽ തന്നെ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരുന്നു. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടീസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് എസ് ബുക്ക് കീപ്പിംഗ്. ഈ വർക്ക് നോക്കി വയ്ക്കാം, ബുക്ക് കീപ്പിങ്ങിൽ പോലും ആൾക്കാർക്ക് അറിവുകളുണ്ടായിരുന്നു. ഇനി ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബുക്കിൽ കണക്ക് പുസ്തകം എന്ന് പറയില്ല, ഇപ്പോൾ ഒരാൾക്ക് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ കൊടുത്തു, എത്ര രൂപ കിട്ടാനുണ്ട്, വരവ് ചിലവ് കണക്ക്, എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി, എത്ര രൂപ എനിക്ക് വരുമാനം കിട്ടി, ഇത് രണ്ടും തുല്യമാണോ, ഇങ്ങനെയുള്ള ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, ഇതൊക്കെ എഴുതി വെക്കുന്ന ബുക്കിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ബുക്കിൽ ഇതൊക്കെ എഴുതി വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. മെനി ഓഫ് ദം ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി ത്രൂ ട്രേഡ്. അപ്പോൾ ഈ ഇറ്റലിയിലുള്ള ഈ ബാക്കിയുള്ള എല്ലാ സിറ്റികളിലെയും പ്രത്യേകത, ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കണക്കും ബാങ്കിങ് നല്ലപോലെ അറിയുന്നതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഇവർ വളരെയധികം ധനികരാവാൻ തുടങ്ങി. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നോക്കേണ്ട കാര്യം, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിൽ 11ാം നൂറ്റാണ്ട് മുതൽ തന്നെ വന്നു തുടങ്ങിയ ഒരു കാര്യമാണ്. അതായത് കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് മുന്നേ വരെ ഏറ്റവും ധനികരായിരുന്ന പ്രഭുക്കളായിരുന്നു. ആ നാട്ടിലെ മുഴുവൻ വസ്തുവകകളും അവരുടെ പേരിലായിരുന്നു. അപ്പോൾ ആ വസ്തു മറ്റാർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് ഈ പ്രഭുക്കന്മാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കച്ചവടം അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും മിഡിൽ മാനായിട്ട് നിന്നുകൊണ്ടിരുന്ന പല മിഡിലുണ്ടായിരുന്ന മിഡിൽ ക്ലാസ്സുകാരും എന്ത് ചെയ്തു, കച്ചവടത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ പറ്റി. അപ്പോൾ കാശുകാരായപ്പോഴത്തേക്കും അവർ ഏകദേശം പ്രഭുക്കന്മാരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് ഉയർന്നു വന്നു. അപ്പം അങ്ങനെ ഒരു റിലീജിയസ് സുപ്രീമസി കൂടി കിട്ടി. അങ്ങനെ ഒരു പുതിയ വെൽത്തി ക്ലാസ് ഉണ്ടായി വരാൻ തുടങ്ങി. ഈ മിഡിൽ ക്ലാസ്സുകാർ ഇപ്പോൾ പ്രഭുക്കന്മാരുടെ ആ ഒരു തലത്തിലേക്ക് ഉയർന്ന് പുതിയൊരു വെൽത്തി ക്ലാസ് ആയിട്ട് മാറി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഇനി വേണ്ടത് പൊളിറ്റിക്കൽ പവറാണ്. ഇപ്പോൾ കാശുകാരായി കഴിഞ്ഞു, ട്രേഡ് ഉണ്ട്, കാശുകാരായി കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കയ്യിൽ വേണ്ടത് രാഷ്ട്രീയ സ്വാധീനവും പവറും ആണെന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിലുണ്ടായിരുന്ന ഓരോ ഫാമിലീസും, സിറ്റിയിലുണ്ടായിരുന്ന ഓരോ ഫാമിലീസും ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവർ വേണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഫാമിലീസും ഉയർന്നു വരാൻ തുടങ്ങി. സോ ഇതെന്തായാലും ടേബിളിൽ ടെക്സ്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം മെഡിച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉയർന്നു വന്നു ഫ്ലോറൻസിൽ നിന്നും. സെഫോറ എന്ന് പറയുന്നത് മിലനിൽ നിന്നും ഒരു ഫാമിലി അങ്ങനെ ഉയർന്നു വന്നു. ഫർണീസ് എന്ന് പറഞ്ഞിട്ട് പാർമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ഫാമിലി വന്നു. ഒർസീനി നേപ്പിൾസിൽ നിന്നും. വിസ്കോണ്ടി എന്ന് പറഞ്ഞിട്ട് മിലനിൽ നിന്നും. അപ്പം മിലനിൽ നിന്നും 2 ഫാമിലീസ് ഉണ്ട്. എഴുതുന്നതിനിടയ്ക്ക് ഓർമ്മിക്കാൻ ഒരു 2-3 എണ്ണമെങ്കിലും നോക്കി വയ്ക്കുക. മേ ബി നമുക്കിതൊരു മാച്ച് ദ ഫോളോയിങ് പോലെയോ അല്ലെങ്കിൽ ഒരു ടേബിളിനകത്ത് ബ്ലാങ്ക് സ്പേസ് വന്നിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ക്രുസൈഡ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കുരിശുയുദ്ധം എന്നാണ് ക്രുസൈഡ്സിൻ്റെ പേര് വരിക. കുരിശുയുദ്ധം സംഭവിക്കുന്നത് ഇസ്ലാംസും ക്രിസ്ത്യൻസും തമ്മിലാണ്. ജെറുസലേം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ക്രിസ്ത്യൻസിനും ഇസ്ലാംസിനും ഹോളി ലാൻഡാണ്. അവരുടെ ഒരു പുണ്യപുരാതനമായിട്ടുള്ള സ്ഥലമാണ്, പുണ്യസ്ഥലമാണ്. അപ്പം അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളും, അല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാംസും തമ്മിലുണ്ടായ യുദ്ധമാണ്. അതൊരു റിലീജിയസ് വാറായിരുന്നു. ആ യുദ്ധമാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ യുദ്ധത്തിൽ നിന്ന് പോലും യൂറോപ്പ് ഒരുപാട് ബെനിഫിറ്റഡായി. അപ്പോൾ അവിടെ എന്താ ഇറ്റലിയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇറ്റലിയിലൊക്കെയാണ് ഈ യുദ്ധം കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം വയ്ക്കുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ മതസ്ഥർ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർക്ക് പോകാം, അറേബ്യയിൽ നിന്ന് പോകാം, ഇങ്ങനെയുള്ളവരെല്ലാവരും ഇറ്റലിയിലെത്തി ഇപ്പോൾ യുദ്ധം ക്രുസൈഡ്സിൽ പങ്കെടുക്കുന്നുണ്ട്, കുരിശുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നടന്നൊരു കാര്യം, ഒരുപാട് കൾച്ചറിൽ നിന്നുണ്ടായ ആൾക്കാർ ഒരു സ്ഥലത്ത്
എത്തിച്ചേരുകയാണ്. അങ്ങനെ പരസ്പരം ഇവർ സംസാരിച്ചും കാര്യങ്ങൾ പങ്കുവെച്ചൊക്കെ കൾച്ചേഴ്സ്, നമ്മുടെ സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് അതിൻ്റെ ഒരു വെൽത്തിൻ്റെ ഒരു ഫ്ലോയും നടക്കുന്നുണ്ട്, കൾച്ചറിൻ്റെ ഒരു ഫ്ലോയും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് പേര് എത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു യുദ്ധത്തിന് ഫണ്ടിങ് കിട്ടുന്നുണ്ട്, അതിനോടൊപ്പം കൾച്ചറും വരാൻ തുടങ്ങി. അങ്ങനെ ഇതിലൂടെ ബൈസാൻറ്റൈൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ആ ഒരു ഇസ്ലാമിക് എംപയർ, നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക്, ഇറ്റാലിയൻ സിറ്റിയിലേക്കൊക്കെ ആൾക്കാർ ഒരുപാട് വന്നിട്ട് ഇങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഒരു അതിപ്രസരം അവിടെ ഉണ്ടാവാൻ തുടങ്ങി. ഓവർ ടൈം ഈ ഒരു യുദ്ധമൊക്കെ തീർന്നതിന് ശേഷവും ഇറ്റാലിയൻ സിറ്റീസിന് ഇപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാം, ഭാഷകൾ അറിയാം, കൾച്ചേഴ്സ് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നേട്ടം യുദ്ധത്തിലേക്ക് മാത്രമല്ല അവർ യൂസ് ചെയ്തത്, പിന്നീടുണ്ടായ സമാധാനം വന്ന സമയത്ത് മെർച്ചൻ്റ് ആവാൻ വേണ്ടി, ട്രേഡ്, കച്ചവടത്തിലേക്ക് ഇവരിത് യൂസ് ചെയ്തു. സോ ഇനി അതിനപ്പുറത്തേക്കാവട്ടെ, ഈസ്റ്റിലോട്ടാവട്ടെ വെസ്റ്റിലോട്ടാവട്ടെ, ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇറ്റലിയിലെത്താൻ തുടങ്ങി. കാരണം ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സംസ്കാരത്തിലുള്ളവർക്കും അവിടെ നിൽക്കാൻ പറ്റും എന്നൊരു ഉറപ്പിന്മേൽ അവിടെ എത്താൻ തുടങ്ങി. അപ്പോൾ ക്രുസൈഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഒരുപാട് കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായി. പിന്നീട് അതെന്തിനു സഹായിച്ചു? ട്രേഡിന് സഹായിച്ചു. ഇനി അടുത്ത് സംഭവിച്ചൊരു കാര്യമാണ് ബ്യൂബോണിക് പ്ലേഗ്. പ്ലേഗ് നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു അസുഖമാണ്, വസൂരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അസുഖമാണിത്. 14-ാം നൂറ്റാണ്ടിൻ്റെ നടുവിൽ, അല്ലെങ്കിൽ മധ്യ 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കുമാണ് ഈ ഒരു അസുഖം വന്നത്. ബ്ലാക്ക് ഡെത്ത് എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഒരു ദുരന്തപൂർണ്ണമായൊരു കാര്യമായിരുന്നു. പതിനായിരക്കണക്കിന് വ്യക്തികളാണ് ഈ ഒരു അസുഖത്താൽ മരണമടഞ്ഞത്. അങ്ങനെ മിഡീവൽ ഫ്യൂഡലിസം വീണ്ടും കുറച്ചും കൂടി ഒന്ന് കുറയാൻ തുടങ്ങി. കാരണം ഈ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തെല്ലാം കറുത്ത രീതിയിൽ ഒരു പൊള്ളൽ പോലെ ഉയർന്നു വന്നിട്ട് ആൾക്കാർ മരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മെഡിക്കൽ സയൻസൊന്നും അത്രത്തോളം വളർന്നിട്ടില്ല. അപ്പോൾ ഇതിനെന്ത് മരുന്ന് കഴിക്കണമെന്നോ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ അസുഖം വരുന്ന ആൾക്കാരെല്ലാം മരിക്കാൻ തുടങ്ങി. മാക്സിമം ഈ അസുഖം വരുന്നത് ആർക്കായിരിക്കും? ഏറ്റവും താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഫാർമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഫാർമേഴ്സിനെ വെച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് ആരാ? പ്രഭുക്കന്മാരാണ്. അപ്പോൾ ഇവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇപ്പോൾ ആൾക്കാരില്ല. അപ്പം അങ്ങനെയും കൂടെ ഈ ഒരു മിഡീവൽ സെറ്റപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽസ് അവരുടെ കച്ചവടമല്ല, അവരുടെ ഒരു സാമ്പത്തിക നിലപാട് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് മിഡീവൽ ഫ്യൂഡലിസം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റുക, ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു, ട്രേഡിലൂടെ ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. രണ്ടാമത് നമുക്ക് ഈ ഒരു കാര്യം പറയാം, ബ്യൂബോണിക് പ്ലേഗ് വന്നപ്പോഴേക്കും ആൾക്കാർ എന്ത് ചെയ്തു? ഇവരുടെ കീഴിലുണ്ടായിരുന്ന കുറേ ഫാർമേഴ്സ് മരിച്ചു. അപ്പോൾ അങ്ങനെയും കൂടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊണോപ്പൊളി നഷ്ടപ്പെട്ടു. ഇനി ബ്ലാക്ക് ഡെത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു ടേബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റിനൈസൻസ് ഒറിജിനേറ്റ് ചെയ്തത് യൂറോപ്പിലല്ല എന്ന് പറഞ്ഞിട്ടുള്ള 1-2 വർക്ക്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. സ്റ്റോളൻ ലെഗസി ബൈ ജോർജ് ജെയിംസ്, ബ്ലാക്ക് അഥീന, ദി അഫ്രോസിയാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ ബൈ മാർട്ടിൻ ബെർണൽ. ഇവരെല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് തന്നിട്ടുള്ളത് ഇവിടേക്ക്. ഇനി ഇതിനിടയിൽ ബാക്കി നമ്മുടെ റോമൻ എംപയറിൽ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ, ഇറ്റലിയിലൊക്കെ നടന്നുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, ഇറ്റലിയിലുണ്ടായിരുന്നവർ എന്ത് ചെയ്തു? റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന നീതിന്യായ വ്യവസ്ഥ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ എന്തൊക്കെ റൂൾസ് ഉണ്ടായിരുന്നോ, പണ്ട് കാലത്ത് എന്തൊക്കെ റൂൾസ് ഉണ്ടായിരുന്നോ അതിനെല്ലാം തിരികെ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് പണ്ടത്തെ ക്ലാസിക്കൽ ലാംഗ്വേജസ്, ഇപ്പം ഗ്രീക്ക് ഭാഷയാവട്ടെ, ലാറ്റിൻ ഭാഷയാവട്ടെ, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ സംസാര ഭാഷകൾ. പിന്നീടാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഉയർന്നു വന്നത്. നിലവിൽ 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷാണ് ഇവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇവർക്ക് പണ്ടത്തെ കാലത്തിലേക്ക് പോകണം, പണ്ട് എന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ പഠിക്കണം എന്നൊരു തോട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പണ്ടത്തെ ലിറ്ററേച്ചർ പഠിക്കാൻ തുടങ്ങി, പണ്ടത്തെ ഭാഷകൾ ഇവർ പഠിക്കാൻ തുടങ്ങി. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും പണ്ടത്തെ കലാരൂപങ്ങൾ ഇതെല്ലാം ഇവരെ ഒന്നേന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിനൈസൻസ്. ഇതിനോടൊപ്പം തന്നെ ആൾക്കാർ പല ഗ്രാൻഡ് ബിൽഡിങ്സ് വെക്കാനും, അതായത് ആർക്കിടെക്ചറൽ മാർവൽസ് പോലെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് വെക്കാനുള്ള കാശ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെക്കാനുള്ള കാശ്, ഇനി അതല്ല നിങ്ങൾക്ക് ഇനി പഴയ ഭാഷ പഠിക്കണമെങ്കിൽ അതിന് റിസർച്ച് ചെയ്യാനുള്ള കാശല്ല, ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ കാശ് കുറച്ചുണ്ട്, പക്ഷെ അവർക്ക് വലിയൊരു നിലയും വിലയില്ല. ഈ ഒരു മിഡിൽ ക്ലാസ് വന്നല്ലോ, അപ്പോൾ ഒരു പുതുതായിട്ട് നിലയും വില ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ ഇതിലേക്കാണ് ഇവരുടെ കാശ് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ വെൽത്തി ആയിട്ടുള്ള പേട്രൻസ് എന്ന് പറയുമ്പം സ്പോൺസേഴ്സ്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്പോൺസേഴ്സ് എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യത്തിന് കാശ് സ്പോൺസർ ചെയ്യുന്ന ആളിനെയാണ് അപ്പോൾ പേട്രൻസ് എന്ന് പറയാം.
ഒരുപാട് ചർച്ചുകളുടെ ഉള്ളിലെല്ലാം ഇവർ അതിൻ്റെ ഒരു പുനരുദ്ധാരണം പോലെ നല്ല രീതിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കാശൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ മൊണാസ്ട്രീസ്, അതായത് പള്ളി ഇടവകകൾ, ഇതെല്ലാം ഇവർ പൊളിച്ചു പണിഞ്ഞ് ഇറ്റലിയിൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ പോകുന്നത് തന്നെ ഈ പള്ളിയും ഇതിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോറൻസ്, മിലൻ, റോം, വെനീസ് ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പേര് പേട്രണേജ് കൊടുത്ത്, അതായത് സ്പോൺസർഷിപ്പ് കൊടുത്ത് പള്ളികളൊക്കെ നന്നാക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു സിവിക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു നല്ല പൗരനാണെങ്കിൽ അത്യാവശ്യം കുറച്ചെങ്കിലും കലയ്ക്ക് വേണ്ടിയിട്ട് കാശ് ചിലവാക്കിയിരിക്കും എന്നൊരു തോട്ടിലേക്ക് ആൾക്കാർ മാറാൻ തുടങ്ങി. അടുത്ത് വരുന്നൊരു സംഭവമാണ് 1453 ഒട്ടോമൻ ടർക്കുകൾ വന്ന് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കോൺകർ ചെയ്യുവാണ്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ഒട്ടോമൻ ടർക്സ് വന്ന് പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുപോലെ ഒട്ടോമൻ ടർക്സ് വന്നിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയർ അവരുടെ കൈവിട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ ടർക്കിഷ് കോൺക്വസ്റ്റ് വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അപ്പോൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കൊന്നു കളയുന്നൊരവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഓടി വന്ന അവർ കയ്യിൽ കിട്ടിയ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറ്റാലിയൻ സിറ്റികളിലേക്കാണ് അഭയം പ്രാപിക്കാനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഒട്ടോമൻ അറ്റാക്ക് വന്നു. തുർക്കികൾ അവിടെ പോയി അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് എങ്ങോട്ട് ഓടിപ്പോയി? ഇറ്റലിയിലേക്ക് ഓടിപ്പോയി. ഇറ്റലി ആണല്ലോ ഇപ്പോൾ ഒരു മെയിൻ സിറ്റി ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, എമർജ് ചെയ്ത ഒരു സ്ഥലം. അപ്പോൾ അവിടെ എത്തി. അപ്പം ഈ കുറച്ച് പേര് ഈ ഈസ്റ്റേൺ റോമൻ എംപയറിൽ നിന്ന് എത്തിയവരുടെ കയ്യിൽ നിന്നും കുറേ സാഹിത്യം പഠിക്കാൻ പറ്റി, ഭാഷ പഠിക്കാൻ പറ്റി. അവരുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഉണ്ടായിരുന്ന കുറേ വാക്കുകളും അറിവുകളും എല്ലാം ഈ നാട്ടിലേക്കും കൂടി എത്തിക്കാനായിട്ട് പറ്റി. അപ്പം അങ്ങനെ ഇൻ്റലക്ച്വൽ രീതിയിലും ഇറ്റാലിയൻ സിറ്റീസ് ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോൾ കുറേ കാശിൻ്റെ കാര്യമുണ്ടായി, കൾച്ചറിൻ്റെ കാര്യമുണ്ടായി. ഈ ഒരു തുർക്കികളുടെ അറ്റാക്ക് കാരണം അവിടെ എത്തിയ ഈസ്റ്റേൺ റോമൻ എംപയറിലെ ആൾക്കാരിൽ നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലുള്ളൊരു ഉന്നതി കൂടി ഉണ്ടായി. ഇനിയാണ് മെയിൻ കാര്യങ്ങൾ വരാൻ പോകുന്നത്. മനുഷ്യനെ, അല്ലെങ്കിൽ മനുഷ്യരാണ് ഇതിൻ്റെയൊക്കെ നടുവിൽ കേന്ദ്രത്തിലേക്ക് വരേണ്ട ആൾക്കാർ എന്നൊരു തോട്ട് ഈ ഒരു മൊമെൻറ്റ് മുതലാണ് വരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ തിയോളജി അഥവാ ക്രിസ്തീയ വിശ്വാസത്തിലുണ്ടായിരുന്നത്, നമ്മൾ എങ്ങനെയാണോ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. മോശപ്പെട്ട രീതിയിൽ ജീവിക്കുകയാണെങ്കിലോ നരകത്തിലെത്തും. പക്ഷെ അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രമായി മാറുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, മനുഷ്യർ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിരിക്കണം. അല്ലാണ്ട് ഒരു ഡിവൈൻ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളൊരു രീതിയിൽ ഈ സ്കോളാസ്റ്റിസിസം, ഈ ഒരു ആഫ്റ്റർ ലൈഫ് എന്നുള്ളൊരു ബിലീവാണ് സ്കോളാസ്റ്റിസിസം പറയുന്നത്. അപ്പോൾ ഇതിൽ കവിഞ്ഞ് മനുഷ്യൻ്റെ ലൈഫിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്, അഥവാ മാനവികത. മനുഷ്യരെങ്ങനെ ജീവിക്കുക, മനുഷ്യൻ്റെ കാര്യം ആദ്യം പറയുക, ദൈവത്തിൻ്റെ കാര്യം രണ്ടാമതാവട്ടെ എന്നൊരു രീതിയിൽ റാഷണലായിട്ട് യുക്തിചിന്തയിൽ കൊണ്ടുവന്നൊരു ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമനിസം ഹൈലൈറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. യുണീക്നെസ്, എല്ലാ മനുഷ്യരും ഒന്നുപോലെ അല്ല, ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളൊരു തോട്ട് കൊണ്ടുവന്നു. നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, ഇമോഷൻസ് ഓക്കെയാണ്. ഇപ്പം അസൂയ ആവട്ടെ, വഞ്ചന, ചതി, ഇനി അതല്ല സ്നേഹം, ഇങ്ങനെയുള്ള നല്ല ഇമോഷൻസും മോശം ഇമോഷൻസും ഇതെല്ലാം മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ദെൻ മനുഷ്യൻ കേപ്പബിൾ ആണ്. നമ്മളെപ്പോഴും ദൈവത്തിനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ദൈവമല്ല അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത്, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു രീതി വന്നു. ദെൻ ലിറ്റററി എക്സ്പ്രഷൻ, സാഹിത്യം, എഴുതുന്നത് ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഥകൾ മാത്രമല്ല മനുഷ്യൻ്റെ കഥകളും എഴുതാം. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻഹെറൻറ്റ് ഇൻ ഹ്യൂമാനിറ്റി, എപ്പോഴും ദൈവത്തിനെ പറ്റി മാത്രം സംസാരിച്ചാൽ പോരാ, മനുഷ്യരെ പറ്റിയും സംസാരിക്കണം. ഇങ്ങനെയുള്ള തോട്ടെല്ലാം വരാൻ തുടങ്ങിയത് ഈ ഒരു മൊമെൻറ്റ് മുതലാണ്. അപ്പോൾ ഈ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് അഥവാ ദൈവചിന്തകൾ മാത്രമല്ലാണ്ട് മനുഷ്യരെ പറ്റിയിട്ടും ചിന്തിക്കാം എന്നൊരു തോട്ട് ആൾക്കാരിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ അരിസ്റ്റോട്ടിലുണ്ട്. അരിസ്റ്റോട്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹവും ഈ ഒരു റിനേസൻസ് പീരീഡിനകത്ത് കുറേ ക്വസ്റ്റ്യൻസും തർക്കങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് മനുഷ്യനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മാനവികതയെ പറ്റിയിട്ട്. ജസ്റ്റ് അത്രേ ഉള്ളൂ അവിടെ പറയുന്നത്. ഈ ഒരു ഗ്രീക്കോ റോമൻ വർക്ക്സ് ഇവരാണ് ആദ്യമായിട്ട് ഹ്യൂമനിസം എന്നൊരു തോട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് അറബികളും നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു. ഈ ആൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിലിൻ്റെ വർക്കിൻ്റെ വേർഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയാസ് എല്ലാം അറബുകാരും അറബി നാട്ടിൽ പോയിട്ട് അവിടെ പരത്താൻ തുടങ്ങി. ഒരു കച്ചവടത്തിന് പോകുമ്പോഴത്തേക്കും കേട്ട അറിവാണ്, അതുകൊണ്ട് അവരുടെ നാട്ടിലും പരത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന തോട്ട് അക്രോസ് ദ ഗ്ലോബ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തേക്കും ഈ ഒരു തോട്ട് എത്താൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലും ചിത്രകല അല്ലെങ്കിൽ കലാരൂപങ്ങളിൽ അത് കണ്ടുവരാൻ തുടങ്ങി.
എഴുത്തിൽ, സയൻസിൽ, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, റിലീജിയൻ, ഇതിലെല്ലാ കാര്യത്തിലും ഈ ഒരു റിനൈസൻസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ നവോത്ഥാനം വരാൻ തുടങ്ങി. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇതാണ് റിനൈസൻസ് ആർട്ട് അഥവാ റിനൈസൻസ് സമയത്ത്, നവോത്ഥാന സമയത്തെ കല. 2 പിക്ചർ അത് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് മിഡീവൽ ടൈമിലുള്ളതും രണ്ടാമത്തത് റിനൈസൻസ് പീരീഡിലുള്ളതുമാണ്. അപ്പം മിഡീവൽ പെയിൻറ്റിങ്ങിൽ ദൈവം ആ ഒരു തലയ്ക്ക് ചുറ്റും ഹാലോ ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ പിക്ചർ നോക്കിയിട്ട് മനുഷ്യ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ, ഇങ്ങനെ മനുഷ്യരെ പറ്റിയിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് റിനൈസൻസ് ഏജിലാണ്. അതാണ് റിനൈസൻസിൻ്റെ ആദ്യത്തെ ഒരു ഹോൾ മാർക്ക് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ ചിത്രങ്ങളും ദൈവം എന്ന് മാത്രമുള്ള ഒരു തോട്ടിൽ നിന്ന് മാറിയിട്ട് മനുഷ്യനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പെയിൻറ്റിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു നവോത്ഥാനം പ്രകടമായിട്ട് കാണാൻ തുടങ്ങിയത്. പെയിൻറ്റിങ്സിലൂടെ ആയിരുന്നു. പെയിൻറ്റിങ്സിനകത്ത് മനുഷ്യൻ്റെ ഫോംസ് വെച്ചിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ മുഖത്ത് എന്തെങ്കിലും ഡിഫോൾട്ട്സ് വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഫോൾട്ട്സ് വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ മനുഷ്യനും പെർഫെക്റ്റ് അല്ല. ആ ഒരു ക്ലാരിറ്റി, മെറ്റിക്കുലസ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽ ഇൻ ദെയർ വർക്ക്സ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പിക്ചറിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മറുകുണ്ട്, അതുപോലും കൃത്യമായിട്ട് വരയ്ക്കുന്ന രീതിയിലേക്ക് മനുഷ്യർ മാറാൻ തുടങ്ങി. ഇനി ഈ പെയിൻറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെയൊക്കെ പിക്ചേഴ്സ് വരച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മാറിയിട്ട് ലാൻഡ്സ്കേപ്സ് വരയ്ക്കാൻ തുടങ്ങി. അതായത് നമ്മളിപ്പോൾ സീനറീസ് എന്ന് പറയത്തില്ല, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, ഇപ്പോൾ ഒരു കുറേ മരങ്ങളുള്ള സ്ഥലമാവാം, വയലാവാം, രാത്രിയത്തെ ആകാശം, മൗണ്ടെയിൻസ്, വാലീസ്, ഇതെല്ലാം ഇവർ വരയ്ക്കാൻ തുടങ്ങി. ദൈവം മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള ഈ പ്രകൃതിയും വരയ്ക്കാം എന്നൊരു ഐഡിയ കിട്ടി. ദെൻ യൂസ് ഓഫ് കളേഴ്സ് ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെയും സ്പേഷ്യൽ ഡെപ്തിനെയും, ദൂരത്തിനെയും ആഴത്തിനെയും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. അതിന് മുന്നേ അവർ അങ്ങനെ ഒരു ഐഡിയ ആരും ചെയ്തിട്ടില്ല. ദെൻ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഓൾറെഡി പറഞ്ഞു, മനുഷ്യൻ്റെ എല്ലാ ഫോൾട്ടുകളും വെച്ചിട്ട് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിനെ വരയ്ക്കാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പോർട്രേറ്റ്സ്, മൊബൈലിൽ നമ്മളിപ്പോൾ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അറിയാം, മനുഷ്യൻ്റെ മുഖത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇമേജസ് വരയ്ക്കാൻ തുടങ്ങി. ദെൻ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. ഇനി ദൈവത്തിൻ്റെ പടമാണ് വരയ്ക്കുന്നതെങ്കിൽ പോലും ആ ദൈവത്തിൻ്റെ ചിത്രവും മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വരയ്ക്കാനായിട്ട് തുടങ്ങി. നമ്മളിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന പല ദൈവങ്ങളുടെയും പിക്ചർ ഈ ഒരു സമയത്തൊക്കെ വരച്ച് തുടങ്ങിയതാണ്. അതായത് ദൈവത്തിനെ കാണാനും ഏകദേശം മനുഷ്യരെ പോലെ ഉണ്ടാവും, പക്ഷെ കുറച്ചും കൂടി ഒരു ഡിവിനിറ്റി ഉള്ള രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി. ഇനി അതിൻ്റെ ഒരു ഇമേജ് ഇതേ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഇമേജാണ് അഗണി ഇൻ ദി ഗാർഡൻ ബൈ ജിയോവാനി ബെല്ലിനി. ഒരു ഇറ്റാലിയൻ റിനൈസൻസ് ടൈമിലെ പെയിൻറ്റർ ആയിരുന്നു അദ്ദേഹം. ജീസസ് ക്രൈസ്റ്റ് മൗണ്ട് ഓഫ് ഒലീവ്സിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തൊട്ട് താഴെ കിടന്നുറങ്ങുന്നുണ്ട്. അവരുടെ അടുത്തേക്കത്ത റോമൻ സോൾജേഴ്സ് നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോൾ കണ്ട ഈ ഒരു ഇമേജിനകത്ത് എന്തുമാത്രം ഡീറ്റെയിലിങ്ങും ഒരുപാട് കാര്യങ്ങൾ, സീനറി ഉണ്ട്, ആകാശമുണ്ട്, ലൈറ്റ് ഉണ്ട്. അതേ ആകാശത്തൊരു ക്യൂപ്പിഡ് ഒരു ഏഞ്ചലാണ് അവിടെ ഉള്ളത്. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഇമേജിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റി. ഇത് ജീസസ് ക്രൈസ്റ്റിനാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയാണ് അവിടെ ഇമേജും വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ റിനൗൺ ഡിപ്റ്റിച്ച് ഓയിൽ പെയിൻറ്റിംഗ് ബൈ ദി ഇറ്റാലിയൻ റിനൈസൻസ് പെയിൻറ്റർ പിയറോ ഡെല്ല ഫ്രാൻസെസ്ക, ടൈറ്റിൽ ഡിപ്പിച്ച് ഓഫ് ഫെഡറിക്കോ ഡ മോണ്ടെഫെൽട്രോ ആൻഡ് ബറ്റിസ്റ്റ സിഫോറ. അപ്പോൾ സിഫോസ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഇവരെ കണ്ടതായിരുന്നു, മിലനിലുണ്ടായിരുന്ന ധനിക കുടുംബമാണ് ഇവർ. അവർ രണ്ടുപേരുടെയും പിക്ചർ മിറർ എഫക്റ്റിൽ വരച്ചിരിക്കുന്നതാണ്. കണ്ടോ, പരസ്പരം നോക്കുന്ന പോലെ മിററിങ് ആണ്. രണ്ടുപേരുടെയും പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലെ ഓയിൽ പെയിൻറ്റിങ്ങിൽ വരച്ചിരിക്കുന്നതാണിത്. ഇതിൻ്റെ നമ്മുടെ വരച്ച വ്യക്തിയുടെ പേര് പിയറോ ഡെല്ല ഫ്രാൻസെസ്ക എന്നാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ റിനൈസൻസ് പെയിൻറ്റർ ആയിരുന്നു. ഇനി 2-3 പെയിൻറ്റേഴ്സിനെ കൂടെ നമ്മൾ നോക്കാനുണ്ട്. ജിയോട്ടോ എന്ന് പറയുന്ന ഗ്രീക്കോ റോമൻ ആർട്ടിൻ്റെ ആദ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് വരച്ച വ്യക്തിയാണ് ജിയോട്ടോ. പക്ഷെ അതിനുശേഷം വന്ന മസാസിയോ എന്ന് പറയുന്ന പെയിൻറ്ററാണ് കുറച്ചും കൂടി പ്രൊഫോണ്ട് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് കലാരൂപം സ്റ്റാർട്ട് ചെയ്തത് ജിയോട്ടോ ആണെങ്കിലും മസാസിയോ ആണ് പിന്നീട് ഒരു പ്രത്യേക രീതിയിൽ കല മുന്നോട്ട് കൊണ്ടുവന്നതും പിന്നീട് വന്ന ആൾക്കാരെ അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതും അദ്ദേഹമായിരുന്നു. അദ്ദേഹം വാൾ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നു. റൗണ്ട് ഷേപ്പിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. സർഫസിൽ നിന്നും ഉയർന്നു വരുന്ന രീതിയിലേക്ക് അദ്ദേഹം പെയിൻറ്റിങ്സ് ചെയ്യാൻ തുടങ്ങി. ഹ്യൂമൻ ഫിഗേഴ്സിനെ അന്നത്തെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഉറങ്ങുന്ന ആളാവാം, ആഹാരം കഴിക്കുന്ന ആളാവാം, നടക്കുന്ന ആളാവാം, അങ്ങനെ വളരെ നോർമലായിട്ട് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മസാസിയോ
പിക്ചറായിട്ട് വരയ്ക്കാൻ തുടങ്ങി. ഇനി വേൾഡ് ഫേമസ് ആയിട്ട് മാറിയ 2 പെയിൻറ്റിങ്സ് ഉണ്ട്. ദി ലാസ്റ്റ് സപ്പറും മൊണാലിസയും. അത് വരച്ചത് ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ഡാവിഞ്ചി വരച്ച 2 പിക്ചേഴ്സാണ് ദി ലാസ്റ്റ് സപ്പറും മൊണാലിസയും. 2 പിക്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കളറ്, ഷാഡോ, ലൈറ്റ് മൂന്നിനെയും ചേർത്തിട്ടുണ്ട്. നിറങ്ങൾ കാണാൻ പറ്റും, നിഴൽ കാണാൻ പറ്റും, എന്നാൽ ആ നിഴലിലേക്ക് അടിക്കുന്ന ലൈറ്റും കാണാൻ പറ്റും. അങ്ങനെ ഒരു 3D എഫക്റ്റിലൊക്കെ അദ്ദേഹം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഓൾസോ ഹ്യൂമൻ ബോഡീനെ പറ്റിയിട്ട് സയൻറ്റിഫിക്കലി സ്റ്റഡീസ് പഠിച്ചിട്ടാണ് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പോൾ ഇതാണ് ഡാവിഞ്ചി, ലാസ്റ്റ് സപ്പർ ഇതാണ്, മൊണാലിസ ഇതാണ്. ലാസ്റ്റ് സപ്പറിനകത്താണെങ്കിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ശാന്തം, കരുണം, അത്ഭുതം, സന്തോഷം, ഇനി ചതിക്കാൻ പോകുന്ന ആളുടെ ഫേസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഇമേജിനകത്ത് അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മൊണാലിസയുടെ ഫേസിലാണെങ്കിൽ അത് എന്ത് എക്സ്പ്രഷൻ ആണെന്ന് പോലും നമുക്കറിയില്ല. എനിഗ്മാറ്റിക് എന്നാണ് അതിനെ പറയുക. കാരണം മിസ്റ്റീരിയസ് ആണ്. ഇവർ ചിരിക്കുവാണോ അതോ അടക്കി എന്തെങ്കിലും വെച്ചേക്കുവാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ 2 വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് വരച്ച ആളാണ് ഡാവിഞ്ചി. ഡാവിഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മൈക്കലാഞ്ചലോ. അപ്പോൾ മൈക്കലാഞ്ചലോയുടെ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്ന പെയിൻറ്റിങ് എന്ന് പറയുന്നത് സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാനിലുള്ള സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്ന പള്ളിയുടെ സീലിങ്ങിൽ, അതായത് ഉത്തരത്തിൽ അദ്ദേഹം ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോഴും ആ പെയിൻറ്റിങ് കാണാനായിട്ട് ആൾക്കാർ അവിടെ എത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്നൊരു പിക്ചറും അദ്ദേഹം വരച്ചിട്ടുണ്ട്, ഒരു പെയിൻറ്റിങ്. ഇത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ നമ്മൾ അനശ്വരനായ ഒരു ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫോംസാണ് കാണിക്കാനായിട്ട് തുടങ്ങിയിരുന്നത്. ഇനി മറ്റ് നോട്ടബിൾ പെയിൻറ്റേഴ്സായിട്ട് പറയാൻ പറ്റുന്നത് ടിഷ്യനെയും റാഫേലിനെയുമാണ്. റാഫേൽ പോർട്രേസ് ഹ്യൂമൻസ് വൈസ് മോഡറേറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ്. ഇൻ ദർ പെയിൻറ്റിങ്സ് ബ്യൂട്ടി ആൻഡ് ഐഡിയാസ് വെർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. 2 പേരും മനുഷ്യരെ ബുദ്ധിയുള്ളവരായിട്ടും ആവറേജ് ആൾക്കാരായിട്ടും, പക്ഷേ അത് മാത്രമല്ല ഒരു അന്തസ്സുള്ള ആൾക്കാരായിട്ടും ഒക്കെയാണ് പോർട്രേ ചെയ്തിരുന്നത്. എല്ലാ പെയിൻറ്റിങ്സിലും നല്ലൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. പല ഐഡിയാസും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ മൈക്കലാഞ്ചലോ, ടിഷ്യൻ, റാഫേൽ എല്ലാവരുടെയും പിക്ചർ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് റിനേസൻസ് പെയിൻറ്റിങ്, ഫേമസ് റിനേസൻസ് പെയിൻറ്റേഴ്സ്, ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇനി സ്കൾപ്ചറും കുറച്ച് കാര്യം കൂടിയുണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 60-70% കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ കൂടിയായിട്ട് ഒരു 10-15-20 മിനിറ്റിനകത്ത് തീരുന്ന ഒരു വീഡിയോ കൂടി ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്ററും കഴിയും. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.